السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, 4th സ്റ്റാൻഡേർഡ് മുതൽ 9th സ്റ്റാൻഡേർഡ് വരെയുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഈ വീഡിയോ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 2025 ഈ വർഷം ഫെബ്രുവരി 14 വെള്ളിയാഴ്ച സ്കൂളിൽ വെച്ച് 4th സ്റ്റാൻഡേർഡ് മുതൽ 9th വരെയുള്ള മുഴുവൻ കുട്ടികളെയും അസസ്മെന്റ് ടെസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് ഇന്ന് ഞായറാഴ്ച 2 മണി മുതൽ 4 മണി വരെ ഓൺലൈനായിട്ടും ടെസ്റ്റ് ചെയ്തു. എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്തത്, എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ, പദ്ധതികൾ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തജ്വീദോടെ പാരായണം ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തുക, അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. എല്ലാവരുടെയും ബാധ്യത, അധ്യാപകരുടെയും ചുമതലയാണ്. അതിലപ്പുറം ഒരു മുസ്ലിം ഖുർആൻ ഓതാൻ അറിയുക എന്നുള്ളത് നിർബന്ധമാണ്. ഖുർആൻ അറിയാതെ അള്ളാഹുവിനെ അറിയാനോ ദീന് മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഖുർആൻ ഓതാൻ അറിയുക എന്ന് പറയുമ്പോൾ ചില രക്ഷിതാക്കൾക്ക് ഒക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ, എൻ്റെ കുട്ടി നന്നായി ഓതുന്നുണ്ടല്ലോ എന്ന് പറയും. ഈ ഓതുന്നത് ഒരു പക്ഷേ സ്കൂളിൽ ഹിഫ്ള് ചെയ്ത ഭാഗങ്ങൾ കാണാതെ ആയിരിക്കും. നോക്കി ഓതാൻ അറിയുക, തിലാവത്ത് തജ്വീദോടെ. തിലാവത്ത് എന്ന വാക്കിന്റെ അർത്ഥം മുത്തുമാല പോലെ ചേർക്കുക, ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കിലേക്ക് ചേർത്ത് ഓതുന്നതിനാണ് തിലാവ എന്നതിന്റെ ഒരു വിശദീകരണം പറയാനുള്ളത്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ അറിയുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ടാസ്ക്. മാഷാ അല്ലാഹ്, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ വിരലിൽ എണ്ണാവുന്ന കുട്ടികൾക്ക് മാത്രമേ ഓതാൻ അറിയാത്ത, അഥവാ അക്ഷരങ്ങൾ വരെ അറിയാത്ത കുട്ടികളുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓതാൻ അറിയുന്നവരാണ്. ഓതാൻ അറിയുന്നവരെ വീണ്ടും 4 കാറ്റഗറി ആക്കി, അതായത് മൊത്തം 5 കാറ്റഗറി ആക്കിയിട്ടാണ് തിരിച്ചത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എ കാറ്റഗറി, നന്നായി ഓതാൻ അറിയുന്ന, നല്ല തജ്വീദോടെ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ പറ്റുന്ന, ഹർക്കത്തുകൾ തിരിച്ചറിയുന്ന, ഫതഹേത, കിസ്റേത, തൻവീനേത അതൊക്കെ അറിയുന്ന, ഏത് ഭാഗവും ഖുർആനിന്റെ ഏത് ഭാഗം തുറന്നു വെച്ചാലും തിരക്കേടില്ലാതെ ഓതാൻ അറിയുന്നവരെയാണ് എ കാറ്റഗറി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തജ്വീദ് അഡ്വാൻസ്ഡ് സ്റ്റഡിയാണ് ആവശ്യമുള്ളത്. തജ്വീദും അവർക്കറിയാം, നിയമങ്ങൾ കൂടുതൽ നന്നായി പഠിക്കുക എന്നുള്ളതാണ് അവർക്ക് ആവശ്യം. ബി കാറ്റഗറി നമ്പർ 2, അവര് അത്യാവശ്യം ഓതുന്നവരാണ്, എന്നാൽ ഹറക്കത്ത് മിസ്റ്റേക്സ് ഉണ്ട്, മഖ്റജുകൾ വേണ്ട രീതിയിൽ ഉച്ചാരണ ശുദ്ധിയോടെ അവർക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ല. അതൊന്ന് ശരിയാക്കി എടുക്കണം. സി കാറ്റഗറി ഓതുന്നുണ്ട്, കുഴപ്പമില്ല, എന്നാലാവട്ടെ നേരത്തെ പറഞ്ഞ എ കാറ്റഗറിയുടെ അത്രയോ ബിയുടെ അത്രയോ ഒന്നും അവർ വരില്ല. ഇടയ്ക്കൊക്കെ അവർ സ്റ്റക്കായി പോകുന്നുണ്ട്, ചില ലെറ്റേഴ്സ് ഒക്കെ വിട്ടുപോകുന്നുണ്ട്, ഉച്ചാരണങ്ങൾ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ശരിയാക്കി എടുക്കണം. ഇനി ഡി കാറ്റഗറി, അവർ ഓതും, ചില വാക്കിന്റെ മുമ്പിൽ അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കാണാം, അവർക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് ഈ ഡി കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ കോമൺ ആയിട്ട് സ്കൂളിൽ ഒരു സിലബസ് ആണ്, ഒരു 45 മിനിറ്റ് ആഴ്ചയിൽ കിട്ടുന്ന ചെറിയ പീരീഡുകളിൽ ഖുർആൻ അവർക്ക് പഠിപ്പിക്കുക എന്നുള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയാണ്. അതും സ്കൂൾ സിലബസിന്റെ ഉള്ളിൽ ഈ ഒരു തുച്ഛമായ പീരീഡുകളിൽ, പ്രത്യേകിച്ച് അവരുടെ സിലബസ് തീർക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അതിന്റെ പുറമെ മദ്രസയിൽ കുട്ടികളെ വിടുന്നുണ്ട്. മദ്രസയിലും പോയാൽ ഇത് തന്നെയാണ് അവസ്ഥ. കാരണം മദ്രസയിലെ സമയം മദ്രസ മറ്റു വിഷയങ്ങൾ പഠനത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും തജ്വീദ് അത്രയൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇനി ശ്രദ്ധിക്കാൻ തന്നെ അവിടെയും ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക, സിലബസ് തീർക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് അധ്യാപകർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഗ്രേഡിംഗ് സംവിധാനത്തോടുകൂടെ നമ്മുടെ സ്കൂളിൽ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഒരു കുട്ടിക്ക് വേണ്ടത് കൊടുക്കുക, എല്ലാവർക്കും ഒരേ സൂറത്ത് പഠിപ്പിക്കുകയല്ല.
അവർക്ക് വേണ്ടത് പഠിക്കുക. അക്ഷരങ്ങൾ അറിയാത്ത, വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ, അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുക, അതിന്റെ ഉച്ചാരണം പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് ഹറക്കത്തുകൾ പഠിപ്പിക്കുക. ഹറക്കത്തുകളിൽ വിശദമായി തൻവീനുകൾ എന്താണ്, ശബ്ദം എന്താണ്, മദ് എന്താണ്, ഇതൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ആ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കുക. അത് അടുത്ത സ്റ്റേജാണ്. അത് ചേർത്ത് വായിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം തജ്വീദ് പഠിപ്പിക്കുക. അങ്ങനെ ഒരു നല്ല ഖാരിയായിട്ട് അത്യാവശ്യം ഒരു ഖുർആൻ ഓതാൻ അറിയുന്നു. പിന്നെ ഹെഫ്ളും അതിന്റെ ഭാഗമായിട്ട് A-B ഗ്രേഡുകാർക്ക് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ മുതൽ, അതായത് തിങ്കളാഴ്ച 17-ാം തീയതി, നാളെ ഫെബ്രുവരി 17 മുതൽ ഇൻഷാ അല്ലാഹ് A-B കാറ്റഗറിയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങാണ്. സിക്കാർക്കും ഡിക്കാർക്കും ഒക്കെ ഉണ്ട്. ഇതിൽ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അവർക്ക് സ്കൂളിൽ നിന്ന് റെമഡിയൽ സംവിധാനം നമ്മൾ ചെയ്യും. വളരെ 5 കുട്ടികൾ എങ്ങാനും കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള സി കാറ്റഗറിയെ വീണ്ടും ഒന്നുകൂടെ സോർട്ട് ചെയ്തിട്ട് അവർക്ക് ഇൻഷാ അല്ലാഹ് വീക്കെൻഡുകളിൽ, അത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുട്ടി ഓതാൻ അറിയുന്ന ഒരു അവസ്ഥയിലെത്താൻ കുറച്ചൊരു റിസ്ക് നിങ്ങൾ എടുക്കണം. സ്കൂളിലേക്ക് മിക്കവാറും ഞായറാഴ്ച ആയിരിക്കും ക്ലാസ് വെക്കുക. ഒരു ഹാഫ് ഡേ സെഷൻ ആയിരിക്കും ഉണ്ടാവുക, ഒന്നെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം. ആ സമയം പരമാവധി അറ്റൻഡ്, അത് മിസ് ചെയ്യരുത്. കാരണം അത് നമ്മളൊരു സിലബസ് ഇട്ട് മൊഡ്യൂൾ ഇട്ടിട്ട് പോകുന്നതാണ്. അപ്പൊ അതിൽ അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ പൂർണ്ണമായ പ്രയോജനം എടുക്കണം ഇൻഷാ അല്ലാഹ്. അവർക്കും പിന്നീട് ഓൺലൈൻ തുടങ്ങും. പക്ഷെ ഓൺലൈനിലേക്കുള്ള അത്രയുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് അവരിപ്പോൾ എത്തിയിട്ടില്ല. അവർ സ്മൂത്ത് ആയിട്ട് നോക്കി ഓതാൻ പറ്റുന്ന സ്റ്റേജ് എത്തുമ്പോഴാണ് നമുക്ക് ഓൺലൈനിൽ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ A-B കാറ്റഗറിയുള്ള കുട്ടികൾക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മര്യാദകൾ ഉണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഗ്രേഡ് A, ഗ്രേഡ് B കിട്ടിയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ 100 ചില്ലാനും കുട്ടികളെ, ഏകദേശം 110ഓളം കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളെ ാണ് നാളെ മുതൽ ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ ക്ലാസിന്റെ സമയം ആദ്യം പറയാം. ഇതുപോലെ ഞാനിപ്പോ സൂമിലാണ് ഇന്ന് ടെസ്റ്റ് നടത്തിയത്. സൂമിൽ തന്നെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ലിങ്ക് എല്ലാ ദിവസവും സെയിം ആണ്. അപ്പൊ കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം സമയമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒരു സമയം തീരുമാനിക്കുക. ഉദാഹരണമായിട്ട് സുബഹിന് ശേഷം നല്ല സമയം ഏതാണ്? 6 മണി മുതൽ, അരമണിക്കൂർ മതി, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. കുറച്ച് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഒരു 6 മണി ടു 6:30, 6 to 6:30 ആണ് നിങ്ങളുടെ കുട്ടി തിരഞ്ഞെടുക്കുന്ന സമയമെങ്കിൽ ആ ഒരു സമയം കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. സമയം ഏതൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. രാവിലെ 6 to 6:30, 7, 7:30, 8 ഇതിൽ ഏതെങ്കിലും ഒരു സമയം ജോയിൻ ചെയ്യുക രാവിലെ ആണെങ്കിൽ. വൈകുന്നേരം ഈവനിങ്ങിൽ 5 മണി മുതൽ തുടങ്ങും. 5, 5:30, 6, 6:30, 7, 7:30, 8 റമദാനിലും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ചില സമയം നമസ്കാര സമയമൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റുകൾ പിന്നീട് ഉണ്ടാവും. മാത്രമല്ല നമസ്കാര സമയം ബ്രേക്ക് ഉണ്ടാവും. ആ നമസ്കാര സമയമാണ് നിങ്ങളുടെ കുട്ടി കയറുന്നതെങ്കിൽ ഒന്നെങ്കിൽ നമസ്കാരത്തിന് മുമ്പ് കയറുക അല്ലെങ്കിൽ ശേഷം കയറുക. സംസ്കാരത്തിന്റെ ഒഫീഷ്യൽ സമയത്തിന്, കുട്ടിയുടെ നമസ്കാര സമയമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രി 9 വരെ ഉള്ള അരമണിക്കൂർ ഇടവിട്ടിട്ട് ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. ഒരു സമയം തിരഞ്ഞെടുക്കുകയും ആ സമയം തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ജോയിൻ ചെയ്യുന്നതിന്റെ മുമ്പ് കുട്ടി, ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങളൊരു ശബ്ദവും കേൾക്കാതിരിക്കുന്ന, എൻ്റെ റൂമിൽ ആരുമില്ല, വളരെ സൈലന്റ് ആയിട്ടുള്ള റൂമിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇതുപോലെ സൈലന്റ് ആയിട്ടുള്ള ചെറിയ ശബ്ദം വരെ ഈ സൂമിൽ കേൾക്കും. അപ്പുറത്തെ റൂമിലെ ശബ്ദം വരെ ഇങ്ങോട്ട് കേൾക്കും. അതുകൊണ്ട് പരമാവധി സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കേണ്ടത്. പിന്നെ ഞാൻ പിന്നിൽ വെച്ചിട്ടുള്ള ഇതുപോലെ സൂമിൽ കുട്ടികൾക്ക് അത് അറിയാം, ബാക്ക്ഗ്രൗണ്ട് വെക്കുക. ബാക്കിൽ ആരെയും കാണണ്ട. ഇനി ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ അറിയാത്തവർ അവിടെ ഒരു കർട്ടൻ അല്ലെങ്കിൽ ഒരു വാള്, ചുമര് ഉണ്ടാവുകയാണ് നല്ലത്. അവിടെ ആളുകൾ ഇതിലേക്ക് കാണരുത്. അത് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇത് ലൈവ് ക്ലാസ് ആണ്, മറ്റാളുകൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇത് യൂട്യൂബിൽ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട്. ലൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മുടെ ഒരു ചാനലിൽ ഇതിന്റെ ലൈവ് ഉണ്ടാവും. രക്ഷിതാക്കൾക്ക് കാണാം, കുട്ടികൾ പഠിക്കുന്നത് കാണാം, കുട്ടികൾ ഓതുന്നത് കാണാം. അതുകൊണ്ടാണ് ഇങ്ങനെ ലൈവ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രത്തിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് ഇസ്ലാമിക വസ്ത്രം, പെൺകുട്ടികൾ ലൈവ് ആണ്, അപ്പം മഫ്തയൊക്കെ ഇട്ട്, പറ്റുമെങ്കിൽ സ്കൂൾ യൂണിഫോമിലെ മഫ്ത തന്നെ ഇട്ടിട്ട് വരിക. ദയവ് ചെയ്ത് ഷാള് ചുറ്റിയിട്ട് വരരുത്. അത് പ്രത്യേകം പെൺകുട്ടികളുടെ പാരൻസ് ശ്രദ്ധിക്കുക. ആൺകുട്ടികളാണെങ്കിലും നല്ല വസ്ത്രം ധരിക്കുക, വുളു എടുത്തിട്ട് വരിക. അതൊക്കെ അതിന്റെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
പിന്നെ മൊബൈൽ ജോയിൻ ചെയ്യുന്നവര് മൊബൈൽ ക്യാമറ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയല്ല പിടിക്കുന്നത്, ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ ചെയ്യാം. അപ്പൊ ലാൻഡ്സ്കേപ്പിലും വീഡിയോ ആവണമെങ്കിൽ അതിന്റെ സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അത് നമ്മൾ വൈഫൈ ഒക്കെ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യുന്ന അവിടെ പോർഷൻറ്റ് എന്നുള്ളത് ലാൻഡ്സ്കേപ്പ് മോഡ് ആക്കിയിട്ട് വേണം ജോയിൻ ചെയ്യാൻ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ സൂം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്നും ഒരേ ലിങ്കും പാസ്വേഡും തന്നെയാണ്, ലിങ്കും പാസ്വേഡും മാറുന്നില്ല. അതുകൊണ്ട് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും ക്ലാസ്സും ഡിവിഷനും കൂടെ എഴുതി വെക്കണം സൂമിൽ തന്നെ. അപ്പൊ കയറി വരുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ അവിടെ ഡെയിലി ഓരോ ക്ലാസ്സിൽ ഇടപെടുന്ന ഒരു അധ്യാപകനല്ല. മാത്രമല്ല അവിടെ പിന്നെ കഴിഞ്ഞൊരു വെള്ളിയാഴ്ച ഖുത്ബ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ വന്നു ഇടയ്ക്ക് പോകുന്ന ഒരാളിന് എല്ലാ കുട്ടികളെയും ഇൻഡിവിജ്വൽ ആയിട്ട് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോ കുട്ടിയോടും അവരുടെ പേര് എഴുതി വെക്കണം എന്നുള്ളത്. പേര് മാത്രം പോരാ, വീഡിയോ ഓൺ ചെയ്യണം. വീഡിയോ ഓഫ് ചെയ്യുന്ന ഒരു കാര്യമേ സൂമിലില്ല. കുട്ടികളോട് പ്രത്യേകം പറയണം, വീഡിയോ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികൾ അഥവാ ഈ ഒരു വാട്സപ്പ് നോക്കാനോ അല്ലെങ്കിൽ വേറെ യൂട്യൂബിലോ വേറെ എവിടെയെങ്കിലും ഒന്ന് സ്ക്രോൾ ചെയ്താൽ തന്നെ സൂമിലെ വീഡിയോ ഓഫ് ആകും. അപ്പോൾ തന്നെ ഇതിന്ന് റിമൂവ് ആയി പോകും. അതുകൊണ്ട് ഒരിക്കലും ഫോൺ മൊബൈലിലൊക്കെ ജോയിൻ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നല്ലതാണ്, അത് വാങ്ങണമെന്നല്ല. ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ സൈസിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ജോയിൻ ചെയ്യുന്നവർ വലിയ സൈസിൽ ഖുർആൻ ആയത്തുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ബെറ്റർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആണ്. ലാപ്ടോപ്പാണ് ബെറ്റർ. മൊബൈൽ ടാബൊക്കെ യൂസ് ചെയ്യാം. അതുള്ളവർ, ഇനി അതില്ലാത്തവർ അത് വാങ്ങാൻ പോകേണ്ടതില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് ജോയിനിങ്ങിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട. അപ്പൊ ശബ്ദമില്ലാത്ത സ്ഥലം, ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ പേര് ചെയ്യാം. പിന്നെ ഓരോ കുട്ടിക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും ഓരോ കുട്ടിക്കും. അത് ഇൻഡിവിജ്വൽ അറ്റൻഷന് വേണ്ടിയിട്ടും ആ കുട്ടിക്കുള്ള അസൈൻമെന്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ആ ഗ്രൂപ്പിന് നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോയും നിങ്ങളുടെ കുട്ടിയുടെ പേരുമാണ് ഉണ്ടാവുക. ഓൾറെഡി ചില കുട്ടികൾക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവർ ചെയ്യും. അപ്പോൾ അതിൽ തന്നെ വരുന്ന ലിങ്കുകളിൽ ആ കൃത്യസമയത്ത് ജോയിൻ ചെയ്യുകയും പഠിക്കുകയും വേണം. പിന്നെ ചില കുട്ടികൾക്ക് അസൈൻമെന്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് തജ്വീദ് പഠനത്തിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസൈൻമെന്റുകൾ ഉണ്ടാവും. അതും പ്രോപ്പറായിട്ട് ചെയ്യാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. പ്ലസ് റമദാനുമായിട്ട് ബന്ധപ്പെട്ട്, റമദാന്റെ മാസമാണ്, ഖുർആന്റെ മാസമാണ്, കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റികളൊക്കെ ഇതിൽ വരും. ഖുർആൻ ക്വിസ് ഉണ്ടാവാം. അതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ നല്ല കാര്യങ്ങളായിട്ട് മാറുക എന്നത് തന്നെയാണ് ഉദ്ദേശം. ഖുർആൻ അവർ ഓതാൻ അറിയട്ടെ, ബാക്കി പിന്നെ ഹിഫ്ളും തജ്വീദും ഒക്കെ പിന്നാലെ വരും. ആ തജ്വീദിന്റെ കൂടെ ഹിഫ്ളിന്റെ കൂടെ തന്നെയാണ് ഇത് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം കുട്ടി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഇരിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. അതൊരു ടാബിളിൽ മൊബൈൽ വെക്കുക, ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും ടേബിളിൽ വെക്കുക. എന്നിട്ട് അത് ബെഡിലും സോഫയിലും ഒന്നും ഇരുന്ന് വരരുത്. അതൊക്കെ രക്ഷിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിന്റെ മാനറാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഇതൊരു ഇബാദത്തായിട്ട് കാണണം. ഇത് സ്കൂളിൽ ഏതെങ്കിലും ഒരു മറ്റു വിഷയങ്ങൾ മോശമെന്നല്ല, അതുപോലെയല്ല, ഇത് ഇബാദത്താണ്. ഇത് അള്ളാഹുവോടുള്ള ഇബാദത്തായിട്ട് കണക്കാക്കിയിട്ട് ആ രീതിയിൽ ഒരു മര്യാദയോടെ വന്നിരിക്കണം എന്ന് മക്കളോട് ആദ്യമേ പറയണം. അതിനാണ് ഇത്രയും വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഖുർആൻ മുമ്പിൽ തുറന്നു വെക്കുക. ഖുർആനും കുട്ടിയെയും, ഞാനിപ്പോ ഇരിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഖുർആൻ നിങ്ങൾ കാണുന്നില്ല, പക്ഷെ ഖുർആനും കൂടെ കാണുന്ന രീതിയിൽ മൊബൈൽ പിന്നോട്ട് വെച്ച്, പറ്റുമെങ്കിൽ എല്ലാ രക്ഷിതാക്കളും ട്രൈപോഡ് വാങ്ങിക്കൊടുക്കുക. പിന്നെ ഈ അരമണിക്കൂറേ ഉള്ളൂ എങ്കിലും ഫോണിൽ ചാർജ് ഒക്കെ നേരത്തെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഇല്ലാത്തവർ ശ്രദ്ധിക്കുക. വൈഫൈ ഉള്ളവർക്ക് പിന്നെ ആ ഒരു വിഷയം വരുന്നില്ല. വൈഫൈ ഇല്ലാത്തവര് അത്യാവശ്യം നല്ല ഒരു 1 GB 2 GB ഡാറ്റ അതിൽ ചാർജ് ചെയ്ത് വെക്കുക. ചാർജ് ചെയ്ത് വെച്ചാൽ മാത്രം പറയാതെ ഉപയോഗിക്കാതിരിക്കുക. കാരണം നിങ്ങൾ രാവിലെ ഫേസ്ബുക്ക് തുറന്ന്, ഇൻസ്റ്റ തുറന്ന്, വേറെ യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് തീർന്നു പോകും. പിന്നെ കുട്ടി ക്ലാസ്സിൽ കയറുമ്പോൾ അത് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ സിം എടുത്ത് അതിന് ഒരു 1 GB ഡെയിലി അങ്ങ് ഇതിനായിട്ട് ഖുർആൻ പഠിക്കാൻ മാത്രമായിട്ടൊരു സിം മാറ്റി വെക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വൈഫൈ ഇല്ലാത്ത വീട്ടുകാർ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡാറ്റ യൂസ് ചെയ്യും. ഇപ്പം രാവിലെ കയറുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, രാവിലെ ഡാറ്റ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് കയറുന്നത് വരെയുള്ള കാര്യങ്ങൾ. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ചെയ്യേണ്ടത്, ഇപ്പം ഇവിടെ മറ്റു കുട്ടികൾ ഓതുന്നുണ്ടാവും, അതൊന്നും എല്ലാ കുട്ടികളും ആ സമയത്ത് കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ ആ സമയത്ത് കുട്ടി ചെയ്യേണ്ട, കുട്ടിക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ടാസ്ക്, അത് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് സൂമിൽ റേസ് ഹാൻഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ജോയിൻ ചെയ്ത് ഉടനെ റേസ് ഹാൻഡ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അൺമ്യൂട്ട് തരും. അൺമ്യൂട്ട് തരുമ്പോൾ സലാം പറയാം, പറഞ്ഞ പോർഷൻ ഓതി കഴിഞ്ഞാൽ ലീവ് ചെയ്ത് പോകാം. ഈ ഓതി കഴിഞ്ഞ ശേഷം പിന്നെ ക്ലാസ്സിൽ ഇരിക്കൽ നിർബന്ധമില്ല.
ഓതിക്കഴിഞ്ഞ് ആ ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലീവ് ചെയ്തു പോയി. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വരുന്നു, ആ ടാസ്ക് ഓതി. മിക്കവാറും ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ കുറെ അസൈൻമെന്റുകളും കുട്ടികൾക്ക് ചെയ്യാനുണ്ടാവും, വീട്ടിൽ നിന്ന് ചെയ്യേണ്ട അസൈൻമെന്റുകളും ഉണ്ടാവും. അപ്പൊ അതും വീട്ടിൽ നിന്ന് ചെയ്യാം. ഖുർആൻ പഠിക്കാനുള്ള ഒരു തജ്വീദിന്റെ നോട്ട് പുസ്തകം വേണം. പിന്നെ അതുപോലെ തന്നെ ഖുർആൻ ഉപയോഗിക്കേണ്ടത് ഉറുദു ഖുർആൻ അല്ല, അറബിക് ആണ് ഉപയോഗിക്കേണ്ടത്. അതങ്ങനെ എടുത്തു പറയുന്നത് മദീന മുസഫ് അഥവാ സൗദി പ്രിന്റ് ഹഫ്സ് ശൈലിയിലുള്ള ഖിറാഅത്ത് മാത്രമാണ്. ആ സാധാരണ മദീന മുസഫിലെ നോർമൽ പ്രിന്റ് ആണ് ഉപയോഗിക്കേണ്ടത്, അറബിക്. ഉറുദു ഖുർആൻ ആരും ഉപയോഗിക്കരുത്. 604 പേജുകളുള്ള ഖുർആൻ തന്നെ. മാത്രം നമ്മൾ റെഫർ ചെയ്യുന്നത് ഖുർആൻ.com റെഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നോക്കാം, അതും നല്ലതാണ്. പക്ഷെ അതോടൊപ്പം ഏറ്റവും വലിയ A4 സൈസിലുള്ള ഒരു ഖുർആൻ കുട്ടിക്കുണ്ടായാൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. A4 സൈസിലുള്ള വലിയ ഖുർആനാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള നല്ല കട്ടിയുള്ള അക്ഷരമുള്ള ഒരു ഖുർആൻ കുട്ടിക്കുണ്ടാവണം. അപ്പൊ ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് വരും. അപ്പോൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. എല്ലാ കാറ്റഗറിയിലെ കുട്ടികൾക്കും പ്രത്യേകം ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ഓൺലൈൻ തുടങ്ങുന്നത് A-B കാറ്റഗറിയിലെ കുട്ടികൾക്ക് മാത്രമാണ്. രക്ഷിതാക്കളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം. പ്രത്യേകിച്ച് വെക്കേഷനിൽ ഒരുപാട് പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഫോളോ അപ്പ് വർക്കുകളുണ്ട്. ഇപ്പോ എക്സാം, ഇവിടെ ആനുവൽ എക്സാം കുട്ടികൾക്ക് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടവർ തിരക്കിലാകും. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കും നമ്മുടെ പരിപാടികൾ ഉണ്ടാവുക. എങ്കിലും പരമാവധി എല്ലാത്തിലും പങ്കെടുക്കാൻ മക്കളോട് പറയുക. വിശുദ്ധ ഖുർആൻ തജ്വീദോടെ തിലാവ ചെയ്യാൻ സാധിക്കുന്ന മക്കളായിട്ട് എല്ലാവരും, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിന് നമ്മെ സഹായിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.